അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തെ ഓർത്ത് ചെറിയ തോതിൽ ഭയാശങ്കയുണ്ടായിരിക്കാം. എന്നാൽ അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഇന്ന് ചിലപ്പോൾ ചെറിയ തോതിലുള്ള ആശങ്കയുണ്ടായേക്കാം. എന്നാൽ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറിപ്പോകുന്നതാണ്. നിങ്ങൾ കുറച്ചു സമയത്തേക്ക് സുരക്ഷിതനല്ലായിരിക്കും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതവും സ്ഥിരതയും കൈവരിക്കും. ഈ ഭയം ചെറിയൊരു പ്രയാസമാണ്. അല്ലാത്ത പക്ഷം എല്ലാം സുഗമമാണ്. ഏരിസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ കൂട്ടുകൂടുവാനുള്ള ഒരു മൂഡിലാണ്. അധിക സമയവും കൂട്ടുകാരുമൊത്ത് ഫോണിൽ സംസാരിച്ച് കളയുവാനിന്ന് നിങ്ങൾക്ക് താല്പര്യം. നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ ലഭിക്കുന്നുള്ളൂ എന്ന ചിന്തയും നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആകാവുന്നത്ര ഒഴിവു സമയവും അവരുമൊത്ത് ചിലവഴിക്കുവാനാണ് നിങ്ങൾക്ക് താല്പര്യം. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ഇന്ന് നല്ലൊരു സമയമാണ്. എന്നാൽ അത് ഉത്തരവാദിത്തങ്ങളെ ബലികഴിച്ചുകൊണ്ടാകരുത്. ഏരിസ് കരിയർ. ഒരു സുപ്രധാന സ്ഥാനം അലങ്കരിക്കണമെന്ന ആഗ്രഹം ഇന്ന് നിങ്ങളിലുണ്ടാകുന്നു. അതെ, ഒരു സ്വപ്നം മാത്രമാകാതിരിക്കട്ടെ. നിങ്ങളുടെ നേതൃത്വ പാടവം മെച്ചപ്പെടുത്തുവാനായി എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിക്കുക. കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള ജോലികൾ ഏറ്റെടുക്കുക. അവിടെ എങ്ങനെ എത്തണമെന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുകയായിരിക്കും. വെറുതെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത്. ഏരിസ് ഫൈനാൻസ്. കുറച്ചു കാലമായി സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവിടെ നിക്ഷേപിക്കുവാൻ പറ്റിയ ദിനമാണ്. എന്നിരുന്നാലും ഹ്രസ്വകാല വ്യാപാരങ്ങളിൽ മുതൽ മുടക്കാതിരിക്കുക. ഈ സമയത്ത് ചെയ്യുന്ന നിക്ഷേപങ്ങൾ ദീർഘകാലം ഉന്നം വെച്ചുള്ളതായിരിക്കണം. ഇപ്പോൾ ചെയ്യുന്ന ഹ്രസ്വകാല വ്യാപാരങ്ങൾ ദീർഘകാല നിക്ഷേപങ്ങളെക്കാൾ കുറഞ്ഞ ലാഭമേ നൽകുകയുള്ളൂ. ഏരിസ് ഹെൽത്ത്. ഇന്ന് നിങ്ങൾ തികച്ചും ആരോഗ്യവാനാണ്. ആരോഗ്യ സംബന്ധിയായി അതുകൊണ്ട് തന്നെ ഇന്ന് ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് തോന്നുകയില്ല. ഇത് ഇന്ന് ജിമ്മിലേക്ക് എത്തുവാനും വ്യായാമ മുറകളിൽ വരുത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന മാറ്റങ്ങൾ വരുത്തുവാനും നിങ്ങൾക്ക് ഉത്തേജനമാകും. ഇതുവരേക്കുമുണ്ടായിരുന്ന മാനസികമായ തടസ്സങ്ങൾ നീക്കിവെക്കുക. ജിമ്മിലെത്തുക. നിങ്ങൾ പിന്നീടൊരിക്കലും അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കില്ല. അവസാനം വ്യായാമം നിങ്ങൾക്ക് നൽകുന്ന മാനസിക ശാരീരിക സ്വാസ്ഥ്യത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ സന്തോഷിക്കും. ടോറസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മൊത്തത്തിൽ ചെറിയൊരളവ് പതറിയതായി തോന്നാം. നിങ്ങളുടെ ഈ നീണ്ട യാത്രയ്ക്കിടയിൽ ചെറിയ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വരിഞ്ഞു താഴെയിടുന്നു. ഇത് നിങ്ങൾക്ക് സംയമനം പാലിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എല്ലാവരോടും ദയവ് കാണിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ പുരോഗതി കാണാൻ സാധിക്കും. ടോറസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്കായി അമിത വ്യയം ചെയ്യുവാൻ തയ്യാറാകും. അത് അതിയായ സന്തോഷം കൊണ്ടുവരികയും ചെയ്യും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പണം മസാജ് പോലുള്ള വൈകാരിക സന്തോഷങ്ങൾക്കായും ചിലവഴിച്ചേക്കാം. അതുവഴി നിങ്ങൾ ഇരുവർക്കും കുറച്ച് സന്തോഷം ലഭിക്കുകയും ചെയ്യും. ഈ സമയവും പണവും നിങ്ങൾ ഇരുവരെയും കുറച്ചുകൂടി അടുപ്പിക്കുവാനും കുറച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാക്കുവാനുമായി ഉപയോഗിക്കുക. ടോറസ് കരിയർ. ഔദ്യോഗിക രംഗത്തെ പുരോഗതിക്കായി നിങ്ങൾ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അമിതമായി അധ്വാനിക്കുന്നില്ലെന്നും ജോലി ഭാരത്താൽ വിഷമിക്കുന്നില്ലെന്നും നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തണം. ഇപ്പോൾ നിങ്ങളുടെ ജോലി ഭാരം കൂടുതലായിരിക്കുന്നതിനാൽ ദൈനംദിന പ്രവൃത്തികൾക്കും തിരക്കേറിയിരിക്കുന്നു. ഇതിൽ നിന്നും മാറി ഒരു സമയം കണ്ടെത്തണം. ആവശ്യമെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പദ്ധതികൾ പൂർത്തീകരിക്കുവാനായി കൂടുതൽ സമയം ചോദിച്ചു വാങ്ങുക. ടോറസ് ഫൈനാൻസ്. പൊതുജനവുമായി ബന്ധപ്പെടുവാനായി ഇന്ന് നിങ്ങൾ ധാരാളം പണം ചിലവാക്കും. അത് നിങ്ങൾക്ക് ശരിയായ ആകർഷണം നൽകും. ഈയിടെയായി നിങ്ങൾ നിങ്ങളുടെ ജനസമ്മതിയെക്കുറിച്ച് വേവലാതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറ്റിയെടുക്കുവാനായി നിങ്ങൾ യത്നിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ അത് സാധ്യമാകും. ഈ സമ്പർക്ക പരിപാടിയിൽ സ്മാർട്ട് ആകുക. നിങ്ങളുടെ ജനസമ്മതി ഉയരും. ടോറസ് ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും കണ്ണിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വയ്ക്കുക. ആർക്കും അസുഖമൊന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾ മുഴുവൻ കുടുംബത്തിന്റെയും കണ്ണ് പരിശോധിപ്പിക്കുക. ഒരുപക്ഷെ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ മുൻകൂട്ടി അറിയും. അല്ലെങ്കിൽ ആർക്കും അസുഖമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനാകും. രണ്ടായാലും ഇത് ഇന്ന് അത്യാവശ്യമുള്ള ഒരു ആരോഗ്യ പരിശോധനയാണ്. ജെമിനി ഓവർവ്യൂ. നിങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ ഇന്ന് നിങ്ങൾ സന്തോഷിക്കുക. ഇന്ന് നല്ല ദിവസമാണ്. കുടുംബവുമായി ഒരുമിച്ച് എല്ലാവരും കുറച്ചു സമയം അതിനായി ഒരുമിച്ച് ചിലവഴിക്കുന്നത് നല്ലതാണ്. ഈ ദിവസം നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കാൻ ചെലവഴിക്കുക. ജെമിനി റൊമാൻസ്. ഈയിടെ കണ്ടെത്തിയ സാധ്യതയുണ്ടായിരുന്ന ചില പങ്കാളികൾ പ്രതീക്ഷയ്ക്കനുസരിച്ചാകാത്തത് ഇന്ന് നിരാശ നൽകും. നിങ്ങളുടെ പ്രതീക്ഷകൾ ഉയർത്തുന്നതെന്താണെന്ന് വെച്ചാലും ശരിയായ ഒരു പങ്കാളിയെ കണ്ടെത്തുവാൻ ഇനിയും വളരെ സമയം പിടിക്കും. അതിൽ നിരാശപ്പെടരുത്. കാരണം ആ വ്യക്തിയെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടിയിട്ടില്ല.
ഇനിയും സമയമുണ്ട്. നിങ്ങൾ നിങ്ങളെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ താല്പര്യമുള്ള ആരെയെങ്കിലും ഉടനെ കണ്ടുമുട്ടും. ജെമിനി. കരിയർ. വിദേശത്തുള്ള ഒരു തൊഴിലോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് കുടിയേറും. നല്ല കാരണങ്ങൾ കൊണ്ട് ഇത് തിരഞ്ഞെടുക്കുന്നതിന് പരിഗണിക്കുക. വിദേശത്തുള്ള സാധ്യതകൾ ഇന്ന് തിരഞ്ഞെടുക്കുന്നതിനാൽ ഇത് ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് സന്തോഷം കൈവരുത്തും. നിങ്ങൾ നേരത്തെ തന്നെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ചില സദ്വാർത്തകൾ ലഭിച്ചേക്കും. വളരെ നല്ല ജോലി. ജെമിനി. ഫൈനാൻസ്. നിക്ഷേപത്തിന്റെ ആശയങ്ങളുമായി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അവർക്ക് വിദേശത്തുള്ള ആരെങ്കിലുമായി കൂട്ടുകെട്ടുണ്ടെങ്കിൽ. ഇന്ന് വ്യാപാരത്തിൽ പുതിയ കൂട്ടുകെട്ടുകളും വിദേശ ബന്ധങ്ങളും ഒഴിവാക്കേണ്ടുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ അവരോട് പിന്നീട് പരിഗണിക്കാമെന്ന് പറയുക. അതിനുശേഷം ഇത് നിങ്ങൾ എന്നെങ്കിലും ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണോ എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി അവലോകനം ചെയ്യുക. ജെമിനി. ഹെൽത്ത്. അടുത്തയിടെയായി ചില വേദനകളോ മറ്റോ അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ അത് മുഴുക്കെ തുടരും. സമീകൃത ആഹാരവും ചെറിയ വ്യായാമങ്ങളും കൊണ്ട് നിങ്ങൾക്ക് അത്തരം അലട്ടുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനാകും. മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശരിയായ ദിശയിലാണെന്നതുകൊണ്ട് തന്നെ പരവശപ്പെടാതിരിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾക്കും ഉടൻ ശമനമുണ്ടാകും. നിങ്ങൾ വീണ്ടും പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തും. ക്യാൻസർ. ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ നിർദ്ദേശത്തെക്കാളും നിങ്ങളുടെ തന്നെ ഉൾക്കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. നിങ്ങളുടെ ഈ പ്രവണത നിങ്ങളെ സേവിക്കും. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഒന്നോർക്കുക, ഇത് ശരിയാണോ എന്ന്. നിങ്ങൾ ഇത് ലഭിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതിനാൽ നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ക്യാൻസർ. റൊമാൻസ്. അകലങ്ങളിൽ താമസിക്കുന്നവരുമായി ബന്ധത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില ആശ്ചര്യങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങളിൽ ഒരാൾ മറ്റേയാളെ കാണുവാനായി വളരെ കാലമായി ആശിച്ചിരുന്ന ആ കണ്ടുമുട്ടലിനായി ഇന്ന് യാത്ര തിരിക്കുന്നു. ഇന്ന് ഒന്നിച്ചുള്ള ആ സമയമത്രയും ആസ്വദിക്കുക. നിങ്ങളുടെ പങ്കാളിയോട് മനസ്സിലുള്ളതെല്ലാം പറയുവാൻ മറക്കരുത്. ക്യാൻസർ. കരിയർ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായി നിങ്ങളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടത് ചെയ്യണം. നിങ്ങൾക്ക് ചൂഷണം ചെയ്യപ്പെടാതെ കിടക്കുന്ന നിരവധി നിപുണതകളുണ്ട്. അവ നിങ്ങളുടെ തൊഴിൽ മേഖലയെ പോഷിപ്പിക്കുന്ന ഫലം നൽകും. നിങ്ങളുടെ സർഗശക്തി തന്നെ വിവിധ ഭാവങ്ങളിൽ ഉള്ളതിനാൽ അവ വെളിപ്പെടുത്തുന്നതിൽ ഭയപ്പെടരുത്. ദീർഘകാലത്തേക്കുള്ള ആദായത്തിന് നിങ്ങളുടെ കലാപരമായ നിപുണത വളർത്തിയെടുക്കുക. ക്യാൻസർ. ഫൈനാൻസ്. സാമ്പത്തിക രംഗത്ത് ഇന്ന് നിങ്ങൾക്ക് നല്ല വാർത്ത ലഭിക്കും. ഒരു ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ ഒരു വ്യാപാര അവസരം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ കോണിപ്പടികൾ ഇന്ന് നിങ്ങൾ കയറും. നിങ്ങളുടെ കഠിന പ്രയത്നം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ശുഭകരമായ സാമ്പത്തിക മാറ്റങ്ങൾ ഇന്നുണ്ടാകുമെന്ന് കാണുന്നു. അതൊരുപക്ഷെ ഒരു ഉയർച്ചയാകാം, അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റം. നിങ്ങൾ ഒരു വ്യാപാരിയാണെങ്കിൽ ഒരുപക്ഷെ ഇതൊരു പുതിയ ധനാഗമന മാർഗമെന്ന നിലയിലായിരിക്കും വരിക. ഈ അവസരങ്ങളെ മുഴുവനും മുതലെടുക്കുക, കാരണം അവ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വഴിവെക്കും. ക്യാൻസർ. ഹെൽത്ത്. അഹങ്കാരവും ദുരഹങ്കാരവും നിറഞ്ഞ ഒരു പെരുമാറ്റം നിങ്ങളെ നല്ല മാനസിക ശാരീരിക സ്വാസ്ഥ്യത്തിൽ നിന്നും അകറ്റാം. മനസ്സിന് ശാന്തത നിലനിർത്തുന്നതിന് ഇത് ഒരു തടസ്സമാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചിന്താഗതികളിൽ നിന്നും അകന്ന് എല്ലാവരുമായി യോജിച്ചു പോകുവാനുള്ള ഒരു മനസ്ഥിതി ആർജിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുക. ലിയോ. ഓവർവ്യൂ. നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം. അവരോടുകൂടെ സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പോലും പഴയ സുഹൃത്തുക്കളെ ബന്ധപ്പെടേണ്ടത് ആവശ്യമാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു കാലമായി കാണാതിരുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കണം. അവർ എത്രത്തോളം നിങ്ങളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളവരാണെന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ പോലും തന്നെ ശ്രദ്ധിച്ചതിലുള്ള സന്തോഷം ദിവസാന്ത്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ലിയോ. റൊമാൻസ്. ഗ്രഹങ്ങൾ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു മൂല്യത്തിന്റെ ശക്തി പകരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് അഭിപ്രായമോ ഉപദേശമോ ചോദിക്കുവാൻ മടിക്കരുത്. അവർക്ക് നിങ്ങൾക്ക് നല്ലത് വരണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിനനുസരിച്ച വിവരങ്ങളെ നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവ നിങ്ങളും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കും. പരസ്പരം ഇന്ന് കൂടുതൽ കരുത്ത് നൽകുക. ലിയോ. കരിയർ. ഇന്ന് ഏറ്റവും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ തൊഴിൽപരമായി സഹചാരിയായിരുന്നതും പിന്നീട് എതിരാളിയുമായവർ എന്നിവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയുക. ഇന്ന് ഒന്നിൽ തന്നെ ചെറുതായി ചവിട്ടി നിൽക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ നേട്ടങ്ങൾ എടുക്കുന്നുവെന്ന തോന്നലോടെ നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഭരിക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക.
സംഘർഷവേളയിൽ ഓരോ സാഹചര്യത്തിലും പക്വതയോടെയും ആത്മസംയമനത്തോടെയും നിങ്ങൾ എങ്ങനെ പ്രതികരണത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാന കാര്യം. ലിയോ. ഫൈനാൻസ്. സാമ്പത്തിക രംഗത്തെ കഠിനമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ നില തെറ്റിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. എങ്കിലും നിങ്ങൾ അവയെ നല്ല രീതിയിൽ നേരിടും. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധത്തിലിരുന്ന് അതിന്റെ ഗുണം നേടുക. നിങ്ങൾ ജോലി ചെയ്യുന്ന വിധം വളരെ നല്ലതാണ്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് അനിഷ്ടമാകും. ഇത് ജോലിസ്ഥലത്ത് സാമ്പത്തികമായുള്ള നിങ്ങളുടെ വളർച്ചയ്ക്ക് ബാധിക്കും. ശാന്തചിത്തനായിരിക്കുക, പ്രൊഫഷണലായിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഊഴം വരുമ്പോൾ ഒരു സ്ഥാനക്കയറ്റം നിങ്ങളെ തേടിയെത്തും. ലിയോ. ഹെൽത്ത്. ചെറിയ ഒരു പിരിമുറുക്കം ഇന്ന് നിങ്ങളെ ശല്യം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ചെറിയ ഒരു മാനസിക പിരിമുറുക്കം നമ്മളിലില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നിഷ്ക്രിയരായേക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിജയത്തിലെത്തിക്കുവാൻ ഒരു പരിധിവരെ അത് ആവശ്യമായേക്കാം. എന്നിരുന്നാലും ഒരു വ്യക്തി അമിത മാനസിക പിരിമുറുക്കം ഒഴിവാക്കേണ്ടതാണ്. കാരണം അത് മാനസിക ശാരീരിക സ്വാസ്ഥ്യത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അമിതമായ മാനസിക പിരിമുറുക്കത്തെ തടയുവാനുള്ള ചില വിശ്രമ ടെക്നിക്കുകളിൽ ശ്രദ്ധിക്കുക. വെർഗോ. ഓവർവ്യൂ. കുടുംബത്തിൽ നിന്നും അകന്നു കഴിഞ്ഞവർക്ക് ഇന്ന് കുടുംബത്തിൽ വന്ന് ഒത്തുചേർന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ ദിവസമാണ്. നിങ്ങളുടെ സ്നേഹാർദ്രമായ ഓർമ്മകളും മറ്റും പങ്കുവയ്ക്കാനുള്ള നല്ല സന്ദർഭമാണ്. നിങ്ങൾ ഒത്തുചേർന്ന് മനസ്സ് തുറന്ന് നിങ്ങളുടെ ഈ പ്രകടനങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കും. വെർഗോ. റൊമാൻസ്. ഇന്ന് അനുരാഗത്തിനുള്ള ദിനമാണെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ അനുരാഗം ആസ്വദിക്കും. പരസ്പരം പ്രകീർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഇന്ന് ഉരുകി ഒലിച്ചു പോകും. അതിങ്ങനെ ഇല്ലാതാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തെ ഇന്ന് ഈ ബന്ധത്തിലേക്ക് വലിച്ചിരിക്കണം. ഈ നല്ല ദിവസങ്ങൾ സ്നേഹം നൽകുവാനും പകരമായി സ്നേഹം സമ്പാദിക്കുവാനുമായി ഉപയോഗിക്കുക. ഒറ്റയ്ക്കുള്ളവർ കണ്ണുകൾ തുറന്നു വെക്കുക. കാരണം അകലെ നിന്നാരോ നിങ്ങളെ പുകഴ്ത്തുന്നുണ്ട്. വെർഗോ. കരിയർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ അന്വേഷണം തുടങ്ങുക. എവിടേക്ക് എത്തിക്കുന്നു എന്നും കാണുക. ഒരു പുതിയ ജോലി നിങ്ങളിലെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും. സ്ഥാപനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്തെ ഉയരണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. എന്നാൽ ശുഭവാർത്ത എന്തെന്നാൽ നിങ്ങളുടെ ഈ കഠിനാധ്വാനം ഫലം നൽകുമെന്നതാണ്. ഓഫീസിൽ നിങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി നടപ്പാക്കുവാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം അത് നിങ്ങളുടെ സാങ്കേതിക കഴിവിനെ വെല്ലുവിളിക്കുകയും ചെയ്യും. വെർഗോ. ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകാം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒരു ലോണിന് അപേക്ഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ര സന്തോഷകരമല്ലാത്ത ഒരു വാർത്ത കേൾക്കാം. നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ അപേക്ഷ നിരസിക്കാം. നിങ്ങൾക്ക് മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. നിങ്ങൾക്ക് മറ്റു മാർഗങ്ങളിൽ നിന്നും പണം ലഭിക്കുമെന്ന് കാണുന്നു. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിടത്തു നിന്നല്ലെന്നു മാത്രം. വെർഗോ. ഹെൽത്ത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നിടത്തെല്ലാം ചെറിയ ചെറിയ അപകടങ്ങൾ സൂചിപ്പിക്കപ്പെടുന്ന ഒരു ദിനമാണിന്ന്. അതുകൊണ്ട് വീട്ടിലും അടുക്കളയിലും ടിവിയുടെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പരിസരങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം പെരുമാറുക. ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ മേൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും അതുമൂലം നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിരലുകളെ ശ്രദ്ധിക്കുക. ലിബ്ര. ഓവർവ്യൂ. നിങ്ങളുടെ പ്രവൃത്തിയിലും ചുമതലയിലും ശ്രദ്ധിക്കുന്നതിനുള്ള ശക്തമായ പോയിന്റ് ഉന്നതിയായിരിക്കില്ല. നിങ്ങളുടെ അശുഭകരമായ മനസ്സ് നിങ്ങളെ പലതിൽ നിന്നും അശ്രദ്ധനാക്കും. എന്നാൽ അത്ഭുതകരമായി ഈ ദിവസത്തിന്റെ അവസാനം നിങ്ങളുടെ എല്ലാ ചുമതലകളും ചെയ്തു തീർക്കും. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്നും ദൂരത്തിലാക്കുക. എന്നാൽ ഇത് ഞങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം കാണാൻ ഇത് ഉപകരിക്കും. ലിബ്ര. റൊമാൻസ്. അനുരാഗത്തിന് ഒരു ചെറിയ അംഗവിക്ഷേപം കൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ജീവിതത്തെ കൂടുതൽ പ്രഭാമയമാക്കും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളി എന്നും ഓർക്കും. നിങ്ങളുടെ അനുരാഗത്തെ ഊട്ടി വളർത്തുവാനായി ഇതുപോലെ തിരിച്ചു പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ പ്രവൃത്തികൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് പുതിയ ഊർജപ്രവാഹത്തിന് കാരണമാക്കുമെന്ന് മാത്രമല്ല പരസ്പരം തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാനും മറക്കുവാനും ഇടയാക്കും. ലിബ്ര. കരിയർ. നിങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ഊർജ്ജം നിറഞ്ഞ ഒരു സമീപനം കൈവരിക്കേണ്ടതുണ്ട്. ആത്മാർപ്പണത്തോടെ കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും കഠിനാധ്വാനവും ചേർന്ന് നിങ്ങൾക്ക് വിജയം നൽകും. ഇത് നിങ്ങളുടെ ഔദ്യോഗിക വിജയത്തിനായി ലക്ഷ്യപ്രാപ്തിക്കായി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഈ പുതിയ ഊർജ്ജസ്വലമായ പെരുമാറ്റം നിങ്ങളുടെ തൊഴിൽദാതാവിനും ഇഷ്ടപ്പെടും. അത് ദീർഘകാലത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ലിബ്ര. ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും
ആ ലക്ഷ്യപ്രാപ്തിക്കായി പ്രവർത്തിക്കാനുമുള്ള സമയമായിരിക്കുന്നു. എന്ത് കഠിനാധ്വാനം വേണമെങ്കിലും എന്തൊക്കെ അപായങ്ങളുണ്ടെങ്കിലും അതിനായി പ്രവർത്തിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും ഇന്ന് ശ്രമിക്കാം. പുതിയ നിക്ഷേപ സാധ്യതകളോട് പെട്ടെന്ന് ബുദ്ധിപൂർവ്വം പ്രതികരിക്കുക. സാമ്പത്തിക വിജയത്തിന്റെ അടിത്തറ എന്നാൽ കഠിനാധ്വാനവും കൗശലപൂർണമായ തീരുമാനങ്ങളുമാണെന്ന് ഓർത്തിരിക്കുക. ലിബ്ര. ഹെൽത്ത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ ദിനത്തിൽ അതിൽ കുറച്ച് പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ നിങ്ങൾ ഇതുവരേക്കും വളരെ നിഷ്കർഷ പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഇപ്പോൾ വഴുതി പോകരുത്. ഇന്ന് ചില ചെറിയ വ്യായാമങ്ങൾ ചെയ്യുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റം വരുത്തുന്നത് അനുഭവിച്ചറിയുക. സ്കോർപിയോ. ഓവർവ്യൂ. നിയമപ്രശ്നങ്ങളെല്ലാം തുടച്ചു നീക്കുക. അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളമുണ്ടാവും. പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം. സ്കോർപിയോ. റൊമാൻസ്. പങ്കാളികൾക്ക് അവരുടെ ബന്ധത്തിൽ വളരെയധികം ശാന്തതയും സ്ഥിരതയും അനുഭവപ്പെടുകയും ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സന്തോഷമുണ്ടാകുകയും ചെയ്യും. ഈ ദിവസങ്ങൾ എന്നേക്കും നിലനിൽക്കണമെന്നുള്ളതുകൊണ്ട് അവ ആസ്വദിക്കുക. ഇന്നത്തെ സായാഹ്നത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി അനുരാഗപൂർണമായ ഒന്നായിരിക്കും. ഇരുവരും ഒന്നിച്ച് പാർക്കിലേക്കോ നടക്കാനിറങ്ങുക, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള നിമിഷങ്ങൾക്കായി അത്താഴം പുറത്തുനിന്നാക്കുക. സ്കോർപിയോ. കരിയർ. ഇന്നാണ് എല്ലാ തടസ്സങ്ങളും നീക്കി പുറത്തു വരാനും നിങ്ങളെ മേലധികാരികളെ സ്വാധീനിക്കാനും ശ്രമിക്കേണ്ട ദിവസം. അവരിൽ നിങ്ങൾ ഒരു അനുകൂലമായ സ്വാധീനം ഉണ്ടാക്കാനും അതുവഴി ഒരു ജോലിക്കയറ്റം സൃഷ്ടിക്കാനും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് കഴിയുന്നത്ര നന്നായി ചെയ്യുക. നിങ്ങൾ ഇന്ന് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളിൽ അവർ വേണ്ടത്ര ശ്രദ്ധ നൽകുകയും അത് നിങ്ങളെ ആദായകരമായ ഒരു നിലയിൽ പെട്ടെന്ന് എത്തിക്കുകയും ചെയ്യും. സ്കോർപിയോ. ഫൈനാൻസ്. ലോട്ടറിയിൽ പങ്കെടുക്കുന്നത് നിർത്തേണ്ട. പെട്ടെന്നുള്ള അവിചാരിതമായ ഒരു സാമ്പത്തിക ലാഭം ഇന്നുണ്ടാകുമെന്ന് കാണുന്നു. ഇന്ന് ഭാഗ്യദേവത നിങ്ങളോടൊത്താണെന്ന് കാണാം. അതിനർത്ഥം നിങ്ങൾ ഓടിച്ചെന്ന് നിങ്ങളുടെ ജോലി രാജിവെക്കണമെന്നല്ല. മുൻപ് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക രംഗത്തെ വലിയൊരു നേട്ടത്തിനായി കണ്ണുകൾ തുറന്നു വെക്കുക എന്നു മാത്രം. സ്കോർപിയോ. ഹെൽത്ത്. ഇന്ന് മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാകുമെന്ന് കാണുന്നു. ഈ ശാന്തത നിങ്ങൾക്ക് ഒരു ആന്തരിക ശക്തിയും നിങ്ങളോട് സ്വയവും മറ്റുള്ളവരോടും സഹകരണത്തോടെ ജീവിക്കുവാനുള്ള കരുത്തും നൽകുന്നു. നല്ല സമയമല്ലാത്തപ്പോഴും ഇത് തുടരുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന നല്ല മാനസിക നിലവാരം നല്ല ആരോഗ്യമുണ്ടാക്കും. സജിറ്റേറിയസ്. ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ അധികം താളാത്മകതയും സന്തോഷവും കൈവരും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുകയും അത് പ്രത്യേക സമയമായി എണ്ണുകയും ചെയ്യും. നിങ്ങളുടെ തലയിൽ നിന്നും മുടി കൊഴിയുന്നത് വിചാരിച്ച് സങ്കടപ്പെടേണ്ട, അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ട്. സജിറ്റേറിയസ്. റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾക്കായി സമയമില്ലെന്ന ഒരു ദുഃഖം നിങ്ങൾക്ക് സ്വയമുണ്ട്. പങ്കാളിയെ തെറ്റിദ്ധരിക്കരുത്. ഇതവർക്ക് തിരക്കുള്ള സമയമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അവരെ നേരിടുന്നുണ്ടായിരിക്കാം. ഈ സമയം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. ഈ അവസ്ഥ പെട്ടെന്ന് തന്നെ മാറും. സജിറ്റേറിയസ്. കരിയർ. ഒരു സുപ്രധാന പദ്ധതി കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ജോലി ചെയ്യുന്നവരെന്ന പോലെ മേലുദ്യോഗസ്ഥരും അഭിനന്ദിക്കും. ഇത് നിങ്ങളുടെ ഭാവിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പോഴത്തേതുപോലെ തുടരുക. പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനക്കയറ്റം നിങ്ങളെ തേടിയെത്തും. സജിറ്റേറിയസ്. ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തിനെക്കുറിച്ച് നല്ല ബോധമുണ്ടാകണം. കാരണം ഇന്ന് സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങി പണം ചിലവാക്കാതിരിക്കുക. തികച്ചും പ്രായോഗികമായി ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു വാങ്ങലുകാരന്റെ പ്രായശ്ചിത്തം നാളെ നിങ്ങൾ തീർച്ചയായും അനുഭവിക്കും. നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിക്കും. സാമ്പത്തിക കാര്യത്തിൽ ഇന്ന് തികച്ചും യാഥാസ്ഥിതനാകുക. സജിറ്റേറിയസ്. ഹെൽത്ത്. ഈയിടെയായി കണങ്കാലിലും സന്ധികളിലും വേദനയുടെ ആസക്തി ഉണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്നും കുറച്ച് സമാധാനമുണ്ടായതിനാൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നും. നിങ്ങൾക്ക് സാധാരണ പോലെ നടക്കുവാനാകുന്നു. ഡോക്ടർ ഉപദേശിച്ചിരുന്ന ലളിത വ്യായാമങ്ങൾ ചെയ്യുവാനാകുന്നു. കഠിനമായ തണുപ്പിൽ നിന്നും സംരക്ഷിച്ചും നല്ല ഷൂസുകൾ ധരിച്ചും നിങ്ങൾ നിങ്ങളുടെ സന്ധികളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക. കാപ്രിക്കോൺ. ഓവർവ്യൂ. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുമായോ അടുത്ത സുഹൃത്തുമായോ ഉള്ള ബന്ധം ചിലപ്പോൾ തകർന്നേക്കാം. കോപമോ മോശമായ വികാരങ്ങളോ നിങ്ങളെ സ്വാധീനിക്കുന്നത് ഈ സമയത്ത് നല്ലതല്ല. അതിനു പകരം പഴയ കാര്യങ്ങൾ ഓർക്കേണ്ടതും നിങ്ങൾ പരസ്പരം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഓർക്കേണ്ടതുമാണ്. ചിലപ്പോൾ ഒരു ഫോൺ വിളി കൊണ്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഒത്തുതീർപ്പിനുള്ള ആദ്യ ചുവടുകൾ നിങ്ങൾ എടുക്കുന്നത് അവർ കരുതുന്നുണ്ടായിരിക്കാം.
Capricorn, റൊമാൻസ്. നിങ്ങളുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളെക്കുറിച്ച് ഇന്ന് വളരെ ശ്രദ്ധയുണ്ടാകണം. അത് ആവശ്യത്തിൽ കൂടുതൽ കഠിനമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തികച്ചും സത്യസന്ധനായിരിക്കാം, എന്നാൽ നിങ്ങളുടെ പങ്കാളി ആ വാക്കുകളെ അതേ തരത്തിലല്ല എടുക്കുക. അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സൗമ്യതയോടെ ഇരിക്കുക. ദേഷ്യത്തെ നിയന്ത്രിക്കുക. ദീർഘകാല പ്രശ്നങ്ങളിൽ നിന്നും അത് നിങ്ങൾക്ക് രക്ഷ നൽകും. Capricorn, കരിയർ. നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങൾക്കുമേൽ ചാടി വീഴണം. അവയിൽ നിന്നും ഗുണം അനുഭവിക്കുവാനായി പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. ഈ ബുദ്ധിമുട്ടുകൾ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടുവാൻ നിങ്ങളെ സഹായിക്കും. ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയാക്കുക. Capricorn, ഫൈനാൻസ്. ഇന്ന് നിങ്ങളെ തേടി ധാരാളം നല്ല സാമ്പത്തിക ഇടപാടുകൾ എത്തും. എന്നിരുന്നാലും അതിൽ നിന്നും ഗുണമുണ്ടാകണമെങ്കിൽ നിങ്ങൾ കൃത്യതയാർന്ന പ്ലാനിംഗ് കാഴ്ചവെക്കണം. നിങ്ങളുടെ ഉത്സുകതയാർന്ന മനസ്സും അറിയുവാനുള്ള വ്യഗ്രതയും ഏറ്റവും ബുദ്ധിമുട്ടാർന്ന സാമ്പത്തിക കുരുക്കൾ വളരെ അഴിച്ചെടുക്കുവാൻ നിങ്ങളെ സഹായിക്കും. ഔദ്യോഗിക രംഗത്ത് കഠിനമായ സ്ഥിതി വിശേഷങ്ങൾ നേരിടുവാനായി ഉത്തേജിതമായ ഒരു സമീപനം വേണം. നിങ്ങൾ നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും തോൽക്കാൻ മനസ്സില്ലാത്ത മനസ്ഥിതിയും കൊണ്ട് വിജയം കൈവരിക്കും. Capricorn, ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് സ്വാസ്ഥ്യമുണ്ടാകുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആഹാര വ്യായാമ കാര്യക്രമങ്ങളിൽ ഇളവ് വരുത്തരുത്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളുടെ ഭാരം അടിക്കടി ഉയരുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ തിരയുവാൻ പറ്റിയ ദിനമാണ്. നാളെ പുലരും മുമ്പേ ഫലം ലഭിക്കുമെന്ന് കരുതരുത്. എന്നാൽ ഇത് തുടങ്ങുന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഗുണമുണ്ടാകും. Aquarius, ഓവർവ്യൂ. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. എന്നിട്ട് വ്യക്തതയുള്ള മനസ്സുമായി ധൃതി പിടിക്കരുത്. ഓട്ടത്തിന് വിജയം നൽകുന്നത് സ്ഥിരതയും പതുക്കെയുള്ള മുന്നേറ്റവുമാണ്. നിങ്ങളുടെ കർത്തവ്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. Aquarius, റൊമാൻസ്. അനുരാഗ ജീവിതത്തിൽ ഇന്ന് ചില ചില്ലറ വാക്കുതർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുമെന്ന് കാണുന്നതിനാൽ കരുതിയിരിക്കുക. നിങ്ങൾ എന്തു പറയുന്നുവെന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചനയോടെ പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ഇത് ഒഴിവാക്കാം. എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ മൂഡ് ഇന്ന് ശരിയല്ലെങ്കിൽ കൂടുതൽ കരുതൽ ആവശ്യമായി വരും. സംഗതികൾ വഷളായാൽ അതിലും കൂടുതൽ വഷളാകാതിരിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എളിമയോടെയും ശ്രദ്ധയോടെയും ഇരിക്കുക. അങ്ങനെയെങ്കിൽ വലിയ പരിക്കുകളില്ലാതെ ഇന്നത്തെ ദിനം കടന്നുപോകും. Aquarius, കരിയർ. ഇന്ന് നിങ്ങളുടെ മനോനില എന്താണെന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ തൊഴിലിൽ തലകീഴായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അത് നിങ്ങളുടെ ഓഫീസിൽ ഒരു ചായ്വും നൽകില്ല. നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ഉടൻ ഉന്നം വയ്ക്കുക. അതിലൊന്ന് തൊഴിൽപരമായ ബന്ധം നിലനിർത്തുക എന്നതാണ്. വലിയ ചിത്രങ്ങളുടെ കാഴ്ച ഇന്ന് ഇല്ലാതാക്കരുതെന്ന് ഓർമ്മിക്കുക. Aquarius, ഫൈനാൻസ്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നൊരു നല്ല ദിനമായിരിക്കും. വ്യാപാര ആവശ്യത്തിനായി പെട്ടെന്നുണ്ടായ ഒരു യാത്ര കൊണ്ട് ഗുണങ്ങളുണ്ടാകും. ഇത് നിങ്ങളുടെ ഭാവി സാമ്പത്തിക നില കൂടുതൽ നന്നാക്കും. ചില ഔദ്യോഗിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനാകുന്നതിനാൽ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം കുറയും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി തുടർന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ വിളിയും പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളിൽ ഉപയോഗിക്കുക. പ്രവൃത്തി പരിചയമുള്ളവരുടെ സഹായം തേടുന്നതും നന്നായിരിക്കും. Aquarius, ഹെൽത്ത്. നിങ്ങൾക്കുണ്ടാകുന്ന മിക്കവാറും അസുഖങ്ങൾക്ക് കാരണം ഭക്ഷണകാര്യത്തിലെ അശ്രദ്ധയും വ്യായാമത്തിന്റെ കുറവും മനസ്സിൽ നല്ല ചിന്തകളുടെ കുറവുമാണെന്ന് നിങ്ങൾക്കുടൻ മനസ്സിലാകും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുവാനും പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവ ആവുന്നത്ര കുറയ്ക്കുവാനും ശ്രദ്ധിക്കുക. അശുഭ ചിന്തകൾ കുറയ്ക്കുന്നത് നിങ്ങൾക്ക് അസുഖങ്ങൾ ആവർത്തിക്കുന്നത് തടയും. ഇന്ന് ധാരാളമായി വ്യായാമം ചെയ്യുക. Pisces, ഓവർവ്യൂ. താങ്കളുടെ സാഹസികത ഇന്ന് നിങ്ങളെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ ഒരു പുതിയ വെളിച്ചമായിരിക്കും. Pisces, റൊമാൻസ്. നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഇടയ്ക്ക് വരുന്നവരെ ശ്രദ്ധിക്കുക. അവർ പറയുന്നത് പോലെ അത്ര ശുദ്ധമല്ല അവരുടെ ഇംഗിതമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. വിഭജിച്ച് പിടിച്ചടക്കുക എന്ന നയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കുക. അശുഭമായ പുറത്തുനിന്നുള്ള ഇടപെടലുകളിൽ നിന്നും നിങ്ങളുടെ ബന്ധത്തെ സംരക്ഷിക്കുക. Pisces, കരിയർ. നിങ്ങളുടെ നിലവിലെ തൊഴിലിൽ നിങ്ങൾക്ക് ചില അതൃപ്തി അനുഭവപ്പെടുകയാണെങ്കിൽ ജോലിയിൽ ചില ശുഭസൂചകമായ മാറ്റങ്ങൾ ഉള്ളതിനാൽ ഭയപ്പെടരുത്. ഒരു പുതിയ പദവി അന്വേഷിച്ച് പൂർവ്വസ്ഥാനത്തു നിന്ന് കമ്പോള സ്ഥലത്തിലേക്ക് തിടുക്കത്തിൽ കടന്നു വരാതിരിക്കുക. ചെറിയ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്കായി അവസരങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. Pisces, ഫൈനാൻസ്. ഷെയർ മാർക്കറ്റിൽ നിന്നും ഇപ്പോൾ മാറി നിൽക്കുക.
ഇത് നിക്ഷേപകർക്ക് മനസ്സിനെ കുഴപ്പിക്കുന്ന സമയമാണ്. മാർക്കറ്റിന്റെ ഗതി പറയുന്നതും നിങ്ങളുടെ മനസ്സ് പറയുന്നതും രണ്ടും രണ്ടായിരിക്കും. ഇന്ന് ഊഹാപോഹങ്ങൾക്കുള്ള സമയമല്ല. നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് വിശകലനം ചെയ്യുവാൻ പറ്റിയ ദിനമാണിന്ന്. എന്നാൽ അപകടങ്ങളുള്ള നിക്ഷേപങ്ങൾ ഈ അവസരത്തിൽ ഒഴിവാക്കുക. Pisces. ഹെൽത്ത്. തുറസായ സ്ഥലങ്ങളിൽ വെച്ചുള്ള കളികളിലെ പങ്കാളിത്തം ഇന്ന് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. അതോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും നല്ല ചിന്തകൾ മനസ്സിൽ വരുത്തുകയും ചെയ്യുക. ഇത് ആരോഗ്യകാര്യത്തിൽ ഒരു സ്ഥിരത വരുത്തും. ശാരീരിക, മാനസിക, വൈകാരിക കാര്യങ്ങളിൽ ഒരു കണ്ണുണ്ടായാൽ മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നല്ലതായിരിക്കും.